ഹായ് ഫ്രണ്ട്സ്, മഴതോരു മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം കുളത്തൂപ്പുഴ സ്റ്റാൻലിയുടെ വീട്ടിൽ റീത്തമ്മ ചേച്ചി വന്നിട്ട് സ്റ്റാൻലിയോട് ഫയർ ചെയ്തിട്ട് റീത്തമ്മ ചേച്ചി പുളിക്കൽ തറവാട്ടിൽ ചെന്ന് തൻ്റെ സഹോദരന്മാരെ എല്ലാം വിളിച്ച് ഗൂഢാലോചന നടത്തുന്നുണ്ട്. സ്റ്റാൻലിക്ക് എതിരെ സ്റ്റാൻലിയെ എങ്ങനെ നമുക്ക് നാറ്റിക്കാം, പരമാവധി അവനെ നാറ്റിക്കണം, ഗൂഢാലോചന നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് റീത്തമ്മ ചേച്ചിയാണെങ്കിൽ പുനലൂർ റോബിച്ചനെ വിളിച്ചിട്ട് പറയും, സ്റ്റാൻലിയാണെങ്കിൽ സ്റ്റാൻലിയുടെ അവിഹിതത്തിലുണ്ടായ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് വിമർശിപ്പിച്ചിട്ടുണ്ടെന്നും ഇതെല്ലാം അവതക്കുട്ടിച്ചായൻ അറിയാമെന്നും അവതക്കുട്ടിച്ചായന സ്റ്റാൻലിയുടെ കൂടെ നിൽക്കുന്നത് ഇതിനെല്ലാത്തിനും റോബിച്ചനോട് പറയും. റോബിച്ചൻ ഇത് കേട്ടിട്ട് അവതക്കുട്ടിച്ചായനോട് ചോദിക്കും, സ്റ്റാൻലി കൊണ്ടുവന്ന പെണ്ണിനെ പറഞ്ഞു വിടുന്നില്ലേ, അപ്പച്ചനാണെന്ന് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതിനൊക്കെ. അപ്പം റോബിച്ചനും അവതക്കുട്ടിച്ചായൻ്റെ മറ്റൊരു മോനെ ആൽബി ഇവരെല്ലാം കൂടെ അവതക്കുട്ടിച്ചായനെ ഫയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ അവതക്കുട്ടിച്ചായൻ പുനലൂരിൽ നിന്ന് രക്ഷപ്പെട്ട് കുളത്തൂപ്പുഴ വരും. കുളത്തൂപ്പുഴ വരുമ്പോൾ അലീനയാണെങ്കിൽ സ്റ്റാൻലിക്കെതിരെ ഉപവാസം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ഫുഡൊന്നും കഴിച്ചില്ല, ഉപവാസമാണെന്ന് പറഞ്ഞത് സ്റ്റാൻലിക്കെതിരെ സമരം ചെയ്യുക. അവതക്കുട്ടിച്ചായൻ വന്നിട്ട് ചോദിക്കും, നീ എന്തുവാ സമരം ചെയ്ത, ഇത് വല്ലതും നടക്കുമോ, വല്ല കാര്യം സാധിക്കാൻ പറ്റുമോ സമരം ചെയ്യുന്നത്? അന്നേരം പറഞ്ഞു, അപ്പച്ചൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞില്ലയോ, ഞാൻ കൂടെ നിൽക്കുകയൊക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷേ എന്തെങ്കിലും പ്രയോജനം കാണുമോ? ആരെയും അനുസരിക്കാത്ത സ്റ്റാൻലിക്കെതിരെയാണ് നീ ഉപവാസം നടത്തുന്നത്. വിശന്നിരുന്ന് നിൻ്റെ ആരോഗ്യം കളഞ്ഞിട്ട് ഉപവാസം നടത്തേണ്ട കാര്യമുണ്ടോ? ഒരു ദിവസം ഉപവാസം നടത്തുവാണെങ്കിൽ പിറ്റേന്ന് ഞാൻ വയറ് നിറച്ച് ഞാൻ കഴിക്കും, എന്നിട്ട് അടുത്ത ദിവസം ഞാൻ ഉപവാസം നടത്തും. അങ്ങനെ ഒന്നിരാടെ വിട്ടാണ് എൻ്റെ സമരം ചെയ്യൽ എന്ന് പറയും. ഞാൻ എന്തിനും നിൻ്റെ ഒപ്പമുണ്ട്. അലിനി ചോദിക്കും, പുനലൂർ എന്തുണ്ട് വിശേഷം? പുനലൂരോ, ഇവിടെ കൊടുങ്കാറ്റ്, റീത്തമ്മ ഇവിടെ വന്നിട്ട് പോയി, പുളിക്കൽ തറവാട്ടി സുനാമി, ഇതെല്ലാം കൂടെ വരുന്നതിന് മുമ്പ് പുനലൂരാണെങ്കിൽ റോബിച്ചനും ആൽബിയും കൂടെ എന്നെ ഫയർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഞാൻ ഇനി പോയി സ്റ്റാൻലി ഒന്ന് കാണട്ടെ എന്ന് പറയും. സ്റ്റാൻലിയുടെ അരികെ ചെല്ലുമ്പം പ്ലേറ്റ് അങ്ങ് തിരിക്കും. അപ്പച്ചൻ സ്റ്റാൻലിയുടെ സൈഡാകും. സ്റ്റാൻലി ചോദിക്കും, ആഹാ, ഇന്നലെ ഇവിടുന്ന് പോയതല്ലയോ, അതോ മിനിഞ്ഞാന്നോ പോയത്, ഇത്ര പെട്ടെന്ന് വന്നത്? അന്നേരം പറയും, എടാ അവിടെ പുനലൂർ റോബിച്ചനും ആൽബിയും എല്ലാം കൂടെ അവിടെ ഫയറിങ് നടത്താൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടതാണ്. ഞാൻ എപ്പോഴും നിൻ്റെ കൂടാന്നല്ല നിൽക്കുന്നത്, നിൻ്റെ സൈഡല്ലേ ഞാൻ എപ്പോഴായാലും നിൽക്കത്തുള്ളൂ. അതിനു വേണ്ടി അവരെല്ലാവരും കൂടെ വരുന്നതിന് മുമ്പേ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു. അവരെല്ലാവരും കൂടി ഇനി ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അവതക്കുട്ടിച്ചൻ അവിടെ നിന്ന് ഗ്ലാസ് എടുക്കുന്നിട്ട് പറയും, നീ ഒഴിച്ചേ. അന്നേരം ചോദിക്കും, അതെന്താ ചിന്നമ്മ വഴക്ക് പറയത്തില്ലയോ, അവിടെ പോയി നിൽക്കാൻ പറ്റുമോ അപ്പച്ചന്? അപ്പം അതൊന്നും കുഴപ്പമില്ല, ഞാൻ നിന്നോളാം, എനിക്ക് അവളെ പേടിയൊന്നുമില്ല, നീ ഇങ്ങോട്ട് ഒഴിച്ചേ എന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു കുടിച്ചിട്ടിരുന്ന് എന്നിട്ട് പറയും, ഒരു പട്ടാളക്കാരനോട് സംസാരിക്കുമ്പോൾ ഞാനും ആ ലെവലിലെത്തണ്ടേ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ട് ഇരിക്കും. നീ ഇരിക്കട സ്റ്റാൻലി, ഇരുന്ന് സംസാരിക്കാൻ. അപ്പം ചോദിക്കും, അപ്പച്ചൻ എന്തെങ്കിലും സന്ധി സംഭാഷണത്തിന് വേണ്ടി വന്നതാണെങ്കിൽ അത് വേണ്ട. അവതക്കുട്ടിച്ചായൻ അന്നേരം പറയും, സന്ധി സംഭാഷണം നടത്താൻ നീ പാകിസ്ഥാൻ്റെ പട്ടാള മേധാവി, ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമല്ലല്ലോ, ഞാൻ അവൾക്ക് വേണ്ടി സന്ധി സംഭാഷണം നടത്താനൊന്നും വന്നതല്ല. അവൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിൽ അനുസരിക്കുന്നില്ലെങ്കിൽ അവളെ പാലാക്ക് പറഞ്ഞു വിട്ടാരേ, പാലാക്കാരൻ നോക്കിക്കോളും, അവിടെ അമ്മ വീട്ടുകാർ നോക്കിക്കോളും. കല്യാണം പ്രായമായ വച്ചല്ലയോ, ഇനിയും കല്യാണം കഴിപ്പിച്ച് വിടുകയൊക്കെ വേണ്ടേ, അതിൻ്റെ എല്ലാം ചിലവ് പിന്നെ നിൻ്റെ തലയിലാവും. അതുകൊണ്ട് നീ അങ്ങ് പറഞ്ഞു വിട്ടാരെ, അല്ലെങ്കിലേ ആ അനാഥാലയത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടാരെ. അന്നേരം ചോദിക്കും, അപ്പച്ചൻ തന്നെയാണോ ഇതൊക്കെ പറയുന്നത്? പിന്നല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ലേ, പിന്നെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അലീനയ്ക്കെതിരെ ഇങ്ങനെ കുറേ സംസാരിക്കും. അവൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലേ, പറഞ്ഞു വിട്ടാരടാ. ആൽബിയും റോബിച്ചനും എല്ലാവരും അവരെല്ലാം കൂടെ ആൾക്കാരെ കൂട്ടി നിന്നെ ആക്രമിക്കാൻ വരുന്നുണ്ട്, നീ എന്തിനാ വെറുതെ വഴക്ക് കേൾക്കുന്നത്? കുട്ടിച്ചായനോട് സ്റ്റാൻലി പറയും, കൂടുതൽ അഭിനയിക്കണ്ട, അഭിനയം നിർത്ത്. അന്നേരം പറയും, ഞാൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ, ഒരു ദിവസം നിന്നിട്ട് ഇന്നിപ്പോൾ രാവിലെ ഓടി വരണമെങ്കിൽ എനിക്കറിയാം ചിന്നമ്മ കാണാൻ വേണ്ടി തന്നെ വന്നതെന്ന്. എന്നിട്ട് വന്ന് എൻ്റെ മുന്നേ വന്ന് അഭിനയിക്കുന്നു, എൻ്റെ മുന്നേ അങ്ങനെ അഭിനയിക്കുകയൊന്നും വേണ്ട. അന്നേരം അവതക്കുട്ടിച്ചായൻ പറയും, അപ്പം നിനക്കെല്ലാം മനസ്സിലായല്ലേ? എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയും. അലീനയുടെ റൂമിൽ വരും അവതക്കുട്ടിച്ചായൻ. അലീന ചോദിക്കും,
ലാലിച്ചനോട് സംസാരിച്ച് കഴിഞ്ഞോ? ആ കഴിഞ്ഞു മോളെ. ഞാൻ സംസാരിച്ചുകൊണ്ട് നിന്ന്. അവസാനം അവനെ മനസ്സിലായി. നിനക്ക് അഹങ്കാരമാണെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നില്ലെങ്കിലും നിന്നെ അങ്ങ് പറഞ്ഞു വിട്ടാരെന്നൊക്കെ ഞാൻ പറഞ്ഞു. അവസാനം അവന് മനസ്സിലായി എല്ലാം എൻ്റെ അഭിനയമാണ്. അവൻ എൻ്റെ കള്ളത്തരം പിടിച്ച് എന്ന് പറഞ്ഞു. ലാലിച്ചൻ്റെ ഭാര്യയും മക്കളും ഇവിടെ വരുന്നതേയില്ല. ലാലിച്ചൻ്റെ ഭാര്യ ഇതുവരെ വന്നിട്ടില്ല. അഞ്ചലെന്ന് പറയുന്ന സ്ഥലം ഒത്തിരി ദൂരെയൊന്നുമല്ല, അടുത്താണല്ലോ. എന്നിട്ടും എന്താ ലാലിച്ചൻ്റെ ഭാര്യ ഇവിടെ വരാത്തത്? അപ്പം ഇവരുടെ ലാലിച്ചൻ്റെ ഫാമിലിയും ലാലിച്ചനുമായിട്ട് എന്തോ പ്രശ്നങ്ങളുണ്ട്, അതല്ലേ? അപ്പച്ചൻ എന്നോട് അതൊന്നും പറഞ്ഞിട്ടുമില്ല എന്ന് അലീന പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമേ അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.